അപ്പോൾ ഇടിച്ചക്കത്തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാമെങ്കിലും എൻ്റെ ഒരു സന്തോഷം. ഒക്കെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കഴുകി വാരി നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടൊന്ന് വേവിക്കാം. നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കുവാണ്. അതിരുന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ അരച്ചിക്കാൻ എടുത്ത് വെച്ചേക്കാം തോരന്. ഇടിച്ചക്കത്തോരൻ അരയ്ക്കാൻ തേങ്ങ, വെളുത്തുള്ളി, ഞാൻ പിന്നെ 2 കാന്താരി മുളകും ഇടും. ഒരു എരി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇനി ഇത്രേ അരയ്ക്കത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും വേറെ ചെയ്യുമെങ്കിൽ പറയണേ, കമൻറ്റിൽ കൂടെ അറിയിപ്പിക്കും. ഞാനിങ്ങനെ ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടി ഓൾറെഡി നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുള്ളതായതുകൊണ്ടാണ് ഇടാഞ്ഞത്. കടുകിട്ട് പൊട്ടാൻ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ ഒരു ഫോൺ എടുക്കാൻ പോയി. അപ്പോൾ ഇച്ചിരി അരി ഇട്ടതാണ്. അരിയും കൂടെ ഒന്ന് പൊട്ടട്ടെ. നമുക്ക് ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചക്ക പൊടിച്ച് വെച്ചേക്കുന്നത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേണ്ട, അരപ്പും ഇട്ട് കൊടുത്തു. ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇവിടെ ഇരുന്ന് അതുകൂടെ അങ്ങ് ഇടാം. രുചി കൂടട്ടെ അങ്ങോട്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് തീ കുറച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊന്ന് മാറിക്കിട്ടട്ടെ കേട്ടോ. നമുക്ക് ഇടിച്ചക്കത്തോരൻ ശരിയായിട്ടുണ്ട്. നമുക്കൊരു ശകലം എടുത്ത് അപ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരനും കണ്ണനയില കറി വെച്ചതും മാങ്ങ അച്ചാറും കൂട്ടി ഒരു പിടി പിടിച്ചാലോ. ശകലം ഇടിച്ചക്കത്തോരൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഇച്ചിരി കടുവും മാങ്ങായും ഇതെല്ലാം കൂടെ വെച്ചൊരു പിടി. ഓക്കേ.